സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ദിലീപിന്റെ വിഷയത്തിൽ എന്താണ് സംഭവം ഇന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് കോടതിയിലേക്ക് അന്തിമ പരിഗണന ഉണ്ടായത്. അപ്പോൾ കോടതിയിൽ ഈ പറയുന്ന 6 പ്രതികളാക്കപ്പെട്ട ആളുകൾക്ക് എന്താണ് ശിക്ഷ വിധിക്കുന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു ഇന്ന് കോടതിയിൽ നടന്നത്. അപ്പോൾ ഇന്ന് വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് അവസാന ഘട്ടം അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ളത് തീരുമാനിക്കുന്ന സമയത്ത് പ്രതിഭാഗം വക്കീലും ഇരയുടെ ഭാഗത്തുള്ള വക്കീലും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അപ്പോൾ ദിലീപിന്റെ വിഷയത്തിൽ ദിലീപിനെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയതെന്നുള്ളൊരു ആരോപണങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വന്നത്. അപ്പോൾ ദിലീപിനെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതിന് ഉത്തരവുമായിട്ട് ദിലീപിന്റെ അഭിഭാഷകയും അതേപോലെ തന്നെ ഈ പറയുന്ന ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സിനിമാ നടിയുടെ അഭിഭാഷകയും ഒക്കെ രംഗത്തേക്ക് വന്നു. ദിലീപിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഒഴിവാക്കിയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാലും സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ ദിലീപിന്റെ സിനിമ ഞങ്ങൾ കാണാൻ പോവില്ല, ദിലീപ് എന്ന് പറയുന്നവൻ ആ പെൺകുട്ടിയെ മോശമായിട്ട് ചിത്രീകരിച്ചവനാണ്, അല്ലെങ്കിൽ മോശമായിട്ട് ഉപയോഗിച്ചവനാണ്, ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസമൊക്കെ പോയി, നീതിന്യായ വ്യവസ്ഥ വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും പറയുന്നത്. ഞാൻ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് വീഡിയോ ഇടുമ്പോൾ പല ആളുകളും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്, ഞാൻ ഇയാളുടെ വീഡിയോ എല്ലാ ദിവസവും കാണുന്നതായിരുന്നു, പക്ഷേ ഇനി മുതൽ ഞാൻ കാണില്ല. പിന്നെ ചില ആളുകൾ ഞാൻ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിടുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ പറയുന്നത്? ഞാൻ ആദ്യമേ തന്നെ എൻ്റെ അജണ്ട എന്താണെന്നുള്ളത് പറഞ്ഞു. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള അമിതമായിട്ടുള്ള ആരാധനയൊന്നുമല്ല ഞാൻ അയാളെ പിന്തുണയ്ക്കുന്നതിൻ്റെ കാരണം. പുരുഷ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഞാനും സംസാരിക്കുന്നത്. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തെറ്റിന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനി അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, കുറ്റാരോപിതൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ആരാണോ ആരോപണം ഉയർത്തിയത് അയാൾക്കെതിരെയുള്ള തെളിവുകൾ സമർപ്പിക്കാൻ സന്നദ്ധരായിരിക്കണം. എന്നാൽ ദിലീപിന്റെ വിഷയത്തിൽ എന്താണ് നടന്നിരിക്കുന്നത്? ദിലീപിനെതിരെ ആരോപണങ്ങൾ വന്നു എന്നുള്ളതല്ലാതെ ദിലീപ് അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് സാധൂകരിക്കുന്നതായിട്ടുള്ള ഒരു തെളിവുകളും നമ്മുടെ കോടതിയുടെ മുൻപിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ നിരുപാധികം വിട്ടയച്ചത്. 8ാം പ്രതിയായിരുന്ന ദിലീപിനെയും അതിന് മുൻപുണ്ടായിരുന്ന ഒരു പ്രതിയെയും കൂടി വെറുതെ വിട്ടയച്ചു. അപ്പോൾ അതിന് പിന്നാലെ ആ ഒരു പ്രതിയെ വിട്ടയച്ചാൽ ആർക്കും ബുദ്ധിമുട്ടില്ല, ദിലീപിനെ വിട്ടയച്ചതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതായത് ദിലീപിനെതിരെ സംസാരിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കുക, ദിലീപ് 8ാം പ്രതിയാണ്. 7ാം പ്രതിയെ വിട്ടയച്ചതാണോ 8ാം പ്രതിയെ വിട്ടയച്ചതാണോ നിങ്ങൾക്ക് ഏറ്റവും വിഷമം? 8ാം പ്രതിയാണല്ലേ. കാരണം അവൻ അങ്ങനെ ഉയർന്നു പോകാൻ പാടില്ല. ഇരയ്ക്ക് പോലും ഇല്ലാത്ത വിഷമമാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സ്ഥിരം ക്ലീശ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക്. ഞാനപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യം, ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് പല ആളുകളും ഈ രീതിയിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ അജണ്ട ക്ലിയർ ആക്കി. അതായത് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഇത് വെറും ഒരു ആരോപണം മാത്രമാണ്. ദിലീപിനെതിരെയും ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നതെങ്കിൽ ആ ദിലീപിനെ മാത്രം കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ദിലീപിനെ മാത്രം നമുക്ക് കുറ്റവാളിയാണെന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ഇരയുടെയും അതേപോലെ തന്നെ പ്രതിയാക്കപ്പെട്ട ആളുടെയും ഒക്കെ ഭാഗത്തുണ്ട്. അതായത് ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ ഭാഗത്ത് മാത്രമല്ല, കുറ്റവാളി എന്ന് പറയപ്പെടുന്ന കുറ്റാരോപിതന്റെയും കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം സത്യം തെളിയണം. സത്യം തെളിയുമ്പോഴേ നമുക്ക് അവരെ കുറ്റവാളി എന്ന് പറയാൻ പറ്റുള്ളൂ. കോടതിയുടെ കണ്ണിൽ പോലും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മുടെയൊക്കെ മുന്നിൽ ഇത് തെളിയുന്നത്? അപ്പോൾ ദിലീപിന്റെ വിഷയത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയുമാണ്. 1ാം പ്രതി പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി ബി മണികണ്ഠൻ, 6ാം പ്രതി പ്രദീപ് എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. ആ വാർത്ത റിപ്പോർട്ടറാണ് ഈ പറയുന്ന പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം ആഗ്രഹം ദിലീപ് പ്രശ്നക്കാരനാവണം, അല്ലെങ്കിൽ ദിലീപ് തന്നെ ആവണം പ്രതി. അതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യം ഇവർക്കില്ല. ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളൊരു കാര്യവുമായിട്ട് അഡ്വക്കേറ്റ് TB മിനി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിജീവിതയോടൊപ്പം നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റാണ് ഈ പറയുന്ന TB മിനി എന്ന് പറയുന്ന ആള്. ആ മിനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ പല രീതിയിലും പല വഴികളിൽ കൂടിയും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മിനി മേഡം കാര്യം ചോദിച്ചോട്ടെ, നീണ്ട 8 വർഷത്തോളം മാധ്യമ വിചാരണ മാത്രം നടന്നൊരു കേസാണ് ദിലീപിന്റെ കേസ് അല്ലേ? അപ്പം മാധ്യമങ്ങളാണ് പറഞ്ഞത് ദിലീപാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ 8 വർഷത്തോളം സൈബർ ബുള്ളിങ്ങും സൈബർ ആക്രമണങ്ങളും പല രീതിയിൽ പല വഴികളിൽ കൂടി ഏൽക്കേണ്ടി വന്ന ആണൊരുത്തൻ്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? ചെയ്യുന്ന സിനിമകൾ തുടർച്ചയായിട്ട് പൊട്ടിപ്പോകുന്നു എന്നല്ല, പൊട്ടിച്ചു കളയുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അയാളുടെ ഒരു അവസ്ഥ, അല്ലെ അയാളുടെ മാനസികാവസ്ഥ എന്താണ്? അയാൾ ആർക്കെതിരെയെങ്കിലും കേസ് കൊടുക്കാൻ പോയോ? ഇല്ല. അയാൾ ഇപ്പോഴും പറയുന്നത് സത്യം ജയിക്കും, ആ സത്യം ജയിച്ചിരിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത്, അല്ലെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ചില ആളുകൾ കളിച്ച ഗൂഢാലോചനയുടെ ഫലമായിട്ട് അവർക്കൊപ്പം നിന്ന മീഡിയാസും അവർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കെതിരെ കേസുകൾ വന്നത്. എന്നാൽ ആ കേസിന് ഞാനിപ്പോൾ നിരപരാധിയായിരിക്കുകയാണ്. കാരണം അവർക്ക് തെളിവുകൾ സമർപ്പിക്കാൻ സാധിച്ചില്ല. അവർക്ക് പറഞ്ഞു നടക്കാനേ സാധിച്ചുള്ളൂ. എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. അത് ദിലീപ് എല്ലാവരെയും സ്വാധീനിച്ചത് കൊണ്ടാണെന്ന് പറയുന്ന ആളുകളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ദിലീപ് അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരെ ദിലീപിന് സ്വാധീനിക്കേണ്ടി വരും?
അല്ലെങ്കിൽ കുറെ ആളുകളെയൊക്കെ കൊന്നു കളയേണ്ടി വരും അല്ലേ, അതിന് വഴങ്ങാത്ത ആളുകളെ. എല്ലാ ആളുകളും ദിലീപിനോട് വഴങ്ങുന്ന ആളുകളാണോ? എല്ലാ ആളുകൾക്കും ദിലീപ് 1 കോടി രൂപ വെച്ചിട്ട് വാഗ്ദാനം ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള സോഴ്സും അല്ലെങ്കിൽ അതിനുള്ള തെളിവും നിങ്ങൾ സമർപ്പിക്കണം. ഇതൊന്നുമില്ലാതെ ദിലീപ് ഇങ്ങനെ ചെയ്തു, ദിലീപ് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദിലീപിനെ പിന്തുണച്ചു എന്നുള്ളതിന്റെ പേരിൽ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകുന്ന അല്ലെ എന്നെ വെറുപ്പ് തോന്നുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രതിയാക്കപ്പെട്ട ആളിനെ അതിശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല. അയാൾ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അതിലെന്തെങ്കിലുമൊക്കെ ലോജിക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾക്കെതിരെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അല്ലെ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും തെളിവുകളൊന്നുമില്ല. അങ്ങനെ തെളിവിന്റെ ഒരു കണിക പോലും അവശേഷിക്കാത്തൊരു കേസിൽ എങ്ങനെയാണ് അയാളെ തെറ്റുകാരനാക്കാൻ പറ്റുക? അല്ലെ അയാൾക്കെതിരെ എങ്ങനെയാണ് ആക്ഷൻ എടുക്കാൻ പറ്റുക? അപ്പൊ ഈ വിഷയങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ ദിലീപിനെ പിന്തുണയ്ക്കുന്നവരാണ്, നമ്മൾ നാടിനും വീടിനും കൊള്ളാത്തവരെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പൊ ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പുമായി കോടതി എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതെന്തായാലും ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ടി.ബി. മിനിയുടെ വാക്കുകളിലേക്ക് പോകാം. ശിക്ഷയെക്കുറിച്ചുള്ള വാദങ്ങൾ നടക്കുന്നതിനിടെ, പ്രതികളെ കേൾക്കുന്നതിനിടയ്ക്ക് ജഡ്ജി ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ആദ്യം മാധ്യമങ്ങൾക്കൊരു താക്കീതായിരുന്നു. റിപ്പോർട്ടിംഗ് കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലോ കോടതി നടപടികൾ തെറ്റായി നൽകുന്ന രീതിയിലോ ആയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കോടതി നൽകിയത്. ജഡ്ജിയുടെ, അതായത് ഹണിയും വർഗീസ് എന്ന ജഡ്ജിയുടെ ഭൂതകാലം തേടി പോകുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ കോടതി എന്ന നിലയിൽ അച്ചടക്കം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നാണ് ജഡ്ജി മുന്നറിയിപ്പ് നൽകിയത്. സ്ത്രീ വെറുമൊരു ഉൽപ്പന്നമല്ല എന്ന് നടിയെ സൂചിപ്പിച്ചുകൊണ്ട് വാദത്തിനിടെ പ്രോസിക്യൂട്ടർ പറഞ്ഞപ്പോൾ, ഒരു വനിതാ ജഡ്ജി ആയാലും ഇത് ബാധകമല്ലേ എന്ന് മറ്റു ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കോടതി പറഞ്ഞു. ചിരിച്ചുകൊണ്ടാണ് കോടതി പ്രോസിക്യൂഷന്റെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യം കൊണ്ടുവന്നത്. കോടതി ചേർന്നപ്പോൾ തന്നെ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം, നിങ്ങൾക്ക് അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിനെ, ഹണീം വർഗീസിനെ വിമർശിക്കാൻ കഴിയും. അവരുടെ ഒരു ഭൗതിക സാഹചര്യങ്ങളും ഭൂതകാലം അടക്കം നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അത് വക്കീലന്മാരായാലും റിപ്പോർട്ടർമാരായാലും ജേർണലിസ്റ്റുകളായാലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ആവരുത്. മറുപക്ഷം കണ്ടില്ലേ, കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ആരെയും എന്തും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ കോടതി പറഞ്ഞ കാര്യങ്ങളെ ഒരുമാതിരി അലക്ഷ്യമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോടതി പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളിലേക്ക് റിപ്പോർട്ട് കൊടുക്കരുത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ ഒരു താക്കീതാണ് കോടതി കൊടുത്തത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ടി.ബി. മിനിക്ക് എന്താണ് ഈ ഒരു കാര്യങ്ങളിൽ പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. ദിലീപ് കുറ്റക്കാരനാണെന്ന് 100% ഉറപ്പ്, തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ടി.ബി. മിനി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും പ്ലേ ചെയ്യാം. ഇല്ല, അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല, നിയമം അനുവദിക്കണില്ല. അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത്. ആ അപ്പീൽ അവർക്ക് കൊടുക്കാം, അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു കണ്ടംപ്റ്റ് കിടക്കുന്നുണ്ട്, ആ കണ്ടംപ്റ്റുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വാദം പറയാം. അതല്ലാത്ത ഒരു ഇതിന് പറ്റില്ല. ഈ ആളുകളെല്ലാവരും പറഞ്ഞ എന്തറിയാമോ, അതിജീവിതയുടെ വക്കീൽ കേസ് നടത്തി തോറ്റു. ഞാൻ എവിടെ കേസ് നടത്തി തോറ്റിയത്? ഞാൻ നടത്തി കേസ് നടത്തി ജയിച്ച ആളാണ്. ഈ മെമ്മറി കാർഡിൽ രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലേ, ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ അടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറിയ ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിന്റെ വക്കീലന്മാരോട്, എവിടെയാണ് CFSൽ പോയ റിപ്പോർട്ട്? CFSൽ അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിന്റെ? അത് എവിടെയാ? കോടതി ഹാജരാക്കിയോ? എവിടെയെങ്കിലും ഹാജരാക്കിയോ? ഇല്ല. ഇതെല്ലാം അറിയാവുന്ന ആള് നമ്മൾ തന്നെയാണ്. ഇന്ന് വൈകുന്നേരം വരെ 12-ാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 12-ാം തീയതിക്ക് ശേഷം ഞാൻ വെറും അഡ്വക്കേറ്റ് ടി.ബി. മിനി. കണ്ടില്ലേ, ഇന്ന് 12-ാം തീയതിക്ക് ശേഷം ഞാൻ വെറും ടി.ബി. മിനിയാണ്. ദിലീപ് കുറ്റക്കാരനാണെന്ന് 100% എനിക്ക് ഉറപ്പാണ്. നാളെ മുതൽ ഞാൻ അതിജീവിതയുടെ വക്കീലല്ല, എല്ലാം തുറന്നു പറയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ടി.ബി. മിനി പറയുന്നത്. അതായത് കേസ് തോറ്റു എന്ന് ആരോ പറഞ്ഞതിൻ്റെ വലിയ വിഷമം പുള്ളിക്കാരി അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിടത്തും കേസ് നടത്തി തോറ്റിട്ടില്ല, ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നിരത്തിയിട്ടുള്ളത്. എന്നാൽ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ ഒരു പ്രേരണ, ദിലീപിൻ്റെ പ്രേരണ, അല്ലെങ്കിൽ ദിലീപിൻ്റെ കാശിൽ കണ്ണുമഞ്ഞളിച്ചുകൊണ്ട് അവിടുത്തെ അഡ്വക്കേറ്റും അവിടുത്തെ ജഡ്ജിയും എല്ലാം കൂറുമാറിയതും, അതേപോലെ തന്നെ ദിലീപിൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ കൂറുമാറിയതിൻ്റെ ഫലമായിട്ടാണ് ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടാതെ പോയാൽ ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റാതെ പോയെന്നാണ് പറയുന്നത്.
എന്തൊരു മെഴുകലാണല്ലേ. പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എല്ലാവരും സൈബർ ബുള്ളിങ് നടത്തുന്നു, പുള്ളിക്കാരി തോറ്റുപോയി എന്ന് പറയുന്നു. അതിൻ്റെ വലിയ വിഷമമുണ്ട്. ഞാൻ നാളെ സർവീസിൽ നിന്ന് മാറും, അല്ലെങ്കിൽ ഞാൻ നാളെ മുതൽ അഡ്വക്കേറ്റ് ടി ബി മിനിയാണ്, ഈ പറയുന്ന നമ്മുടെ അതിജീവിതയുടെ അഭിഭാഷകയല്ല. അപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, എനിക്കെല്ലാം തുറന്ന് പറയാം. നാളെ ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തുവിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദിലീപിനെതിരെയുള്ള ഞെട്ടിക്കുന്ന ആ സത്യങ്ങൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. എന്തൊക്കെയാണല്ലേ, എന്തൊരു മെഴുകലാണ്. ആ കോടതി, നീതിന്യായ വ്യവസ്ഥ തന്നെ, നമ്മുടെ പരമോന്നത നീതിപീഠം തന്നെ പറയുകയാണ് അവിടെ ഒരു കാര്യത്തക്ക തെളിവുകളില്ല, അല്ലെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ല ദിലീപിനെതിരെ കേസെടുക്കാനെന്ന്. അങ്ങനെയെങ്കിലും, അങ്ങനെ ഇരിക്കുമ്പോഴും മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ കുറച്ച് അഭിഭാഷകർക്കുമാണ് വലിയ വിഷമം ദിലീപിനെ പെടുത്തണമെന്നുള്ളത്. എന്തിനാണ്? ദിലീപിന്റെ സിനിമ കാണില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ മെഴുകുന്നുണ്ട്. ദിലീപിന്റെ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിലും ദിലീപിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളെങ്കിലും ആ സിനിമ കാണും. അത് വലിയ വിജയം അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമയ്ക്കൊപ്പം മോഹൻലാലും വന്നിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ പറയുന്നത്. അപ്പോൾ ആ സിനിമ എന്തായാലും വിജയിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ നമുക്ക് പറയാം. അപ്പോൾ ദിലീപിനൊപ്പമല്ല ഞാനെന്ന് എപ്പോഴും ഞാൻ പറയുന്നു. ദിലീപ് തെറ്റുകാരനാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം. ഇനി അയാൾ നിരപരാധിയാണെങ്കിൽ ഞാൻ ദിലീപിനൊപ്പമാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ ആ അതിജീവിതയ്ക്ക് നീതി കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിജീവിതയ്ക്ക് ഇതിനോടകം തന്നെ നീതി കിട്ടിക്കഴിഞ്ഞു. ഇനി ദിലീപിനെ കുടിക്കാനേ നീതി കിട്ടുമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ആ നീതി കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.